ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തേക്ക് ആവശ്യമുള്ള മീൻ നമ്മൾ രാവിലെ തന്നെ വാങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് കിട്ടിയത് ചൂരമീനാണ്. ഒരുപാട് വലുതൊന്നുമല്ല നമുക്ക് കിട്ടിയത്, ഒരു ഇടത്തരം വലിപ്പമുള്ള ചൂരമീനാണ് നമുക്ക് കിട്ടിയത്. രാവിലെ തന്നെ നമ്മളിത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിന്ന് ഈ മീൻ മുളകിട്ടാണ് വെക്കുന്നത്. മീൻ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കറി വെക്കാൻ ആവശ്യമായ ഒരു അരപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായി നമ്മളൊരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഉലുവയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് നമ്മൾ ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇവയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ട് വേണം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയെടുക്കാൻ. അതിനായി നമ്മൾ ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവ വഴന്നു വന്ന കൂട്ടിലേക്കിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് തണുത്ത് വന്നപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറി വെക്കാം. ഉലുവയും കറിവേപ്പിലയും താളിച്ചെടുത്ത ചട്ടിയിലേക്ക് നമുക്ക് അരച്ചെടുത്ത അരപ്പ് ചേർത്ത് ചാറിന് ആവശ്യമായ വെള്ളം മിക്സിയുടെ ജാറ് കഴുകി അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം. അരപ്പിന് ആവശ്യമായ മുളക് പൊടി നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്താണ് നമ്മൾ അരപ്പ് തയ്യാറാക്കിയത്. കറിക്ക് ആവശ്യമായ ഉപ്പും കുടംപുളിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ പീസെല്ലാം നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം സ്റ്റൗ സിമ്മിലാക്കി വെച്ച് അടച്ചു വെച്ച് നമുക്ക് ചെറിയ തീയിൽ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. കറി ആവശ്യത്തിന് വറ്റി കുറുകി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിനെയും കുക്കായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയം നമ്മൾ ഓമയ്ക്കായും ചെറുപയറും ഇട്ട് ഉടച്ചൊരു കറി വെച്ചിട്ടുണ്ട്. ഓമയ്ക്ക ചെറിയ പീസായി അരിഞ്ഞ് നമ്മൾ ചെറുപയർ നന്നായിട്ട് കുക്കറിൽ വേവിച്ച് അതിലേക്ക് ഓമയ്ക്ക കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വേവിച്ച് അതിലേക്ക് തേങ്ങയും ചെറിയ ജീരകവും ചുവന്നുള്ളിയും നമ്മൾ അരച്ച് ചേർത്ത് ഓമയ്ക്ക ഉടച്ച് കയറി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് കഴിച്ചാലോ. നമ്മുടെ ടേസ്റ്റിയായ മുളകിട്ട ചൂരക്കറിയും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ചെറുപയറും ഓമയ്ക്ക അല്ലെങ്കിൽ നമ്മുടെ പപ്പായ ഇട്ട് നമ്മൾ ഉടച്ച് കറി വെച്ചതും പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത നല്ല കട്ട തൈരും മേമ്പടിയായി ലേശം അച്ചാറും പിന്നെ നമുക്ക് മീൻ ഫ്രൈയുമാണ് ഇന്നത്തെ നമ്മുടെ കറികൾ. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളും വീഡിയോയും റെസിപ്പികളുമായി കാണാം എന്ന പ്രതീക്ഷയോടെ